ഇപ്പൊ ഈ കാണുന്ന 2 നടപ്പന്തലിലെ തിരക്കുണ്ടോ ആശ്ലി? ആ തിരക്ക് അതല്ല, അതിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം വെച്ചാൽ ആ തിരക്കിലേക്ക് എത്താൻ ഇനിയും പുറത്ത് കാത്തു നിൽക്കുന്ന ആളുകളുണ്ട്. അതായത് ഈ ഇവിടേക്ക് കടന്നു വരാം, തിരുവനന്തപുരം നഗരത്തിന്റെ വിവിധയിടങ്ങളിലെ ആളുകൾ കുടുങ്ങി കിടക്കുന്നു. അതോടൊപ്പം തന്നെ ഈ പാർക്കിംഗ് ഏരിയയിൽ നിൽക്കുന്ന ആളുകൾക്ക്, ഈ നടപ്പന്തലിൽ നിൽക്കുന്ന ആളുകൾ തൊഴുതു പോയിട്ട് വേണം ഇവിടേക്ക് കയറാൻ. അതായത് ഒരു നിമിഷം പോലും തിരക്കിനൊരു തുള്ളിക്കുറവുണ്ടാകുന്നില്ല എന്നുള്ളതാണ് കാര്യം എന്ന് പറയുന്നത്. ഈ പുലർച്ചയൊക്കെ വന്നവർ ഇപ്പോഴാണ് തൊഴുതിറങ്ങുന്നത്, എന്നിട്ട് പോലും അവർക്കൊരു ക്ഷീണമില്ല. ഇത്രയും കഠിനമായ ചൂടാണ്, ദാഹിക്കുന്നു, വളരെ കടുത്ത വേനലാണ്. ഈ കാണുന്ന വെയിലിലും പൊടിയിലും ചൂടിലും ഒക്കെ വലുതാണ് ആറ്റുകാലമ്മ. അതുകൊണ്ട് അവരതെല്ലാം സഹിച്ചങ്ങ് നിൽക്കും. അവർക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടൊന്നും അങ്ങനെയില്ല. ആരും ഈ വേറെ എവിടെയെങ്കിലും ഒക്കെ ആണെങ്കിൽ നമ്മൾ ക്യൂ ഒക്കെ മറ്റെന്തെങ്കിലും കാര്യത്തിന് ക്യൂ നിൽക്കുകയാണെങ്കിൽ കുറേ നേരം നിന്ന് നമുക്ക് ദേഷ്യം വരും. പക്ഷേ ഇത് പക്ഷേ ഒരു പരിഭവവുമില്ലാതെ ഒരേ ഒരു ലക്ഷ്യം, ഈ അമ്മേ നാരായണ ദേവി നാരായണ ശരണമന്ത്രങ്ങൾക്ക് നടുവിലൂടെ ഇങ്ങനെ ജനക്കൂട്ടം ഒഴുകി നീങ്ങി ആ ശ്രീകോവിലിൽ പോയി അമ്മയെ ഒരു നോക്ക് കണ്ട് തൊഴുത് അവരുടെ ആഗ്രഹങ്ങൾ പറഞ്ഞു മടങ്ങുക, അതാണ് അവരുടെ ലക്ഷ്യം. അതിനുവേണ്ടി അവർ എന്ത് ത്യാഗവും സഹിക്കാൻ തയ്യാറാണ്. ആക്ച്വലി നമ്മൾ ഈ ദൃശ്യങ്ങളിൽ ഇപ്പോൾ കാണാൻ കഴിയുന്നത് നാരങ്ങ വിളക്കുകളാണ്. അതിമനോഹരമായ കാഴ്ച. ഇപ്പോൾ എത്രത്തോളം അത് ക്യാമറയിൽ അതിൻ്റെ ഒരു ഭംഗി നമുക്ക് കാണിക്കാൻ പറ്റുമെന്നറിയില്ല. വൈകുന്നേരമാകുമ്പോൾ വൈകുന്നേരം ഒരു 6-6:30 സമയമാകുമ്പോൾ ഇവിടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിമനോഹരമായ കാഴ്ച തന്നെയാണ്. എല്ലാവരും ആ നാരങ്ങ വിളക്കിനടുത്ത് നിന്ന് കത്തിക്കും. പക്ഷേ ഈ ദൃശ്യം മിക്കവാറും എല്ലാവരും കണ്ടിട്ടുണ്ടാവണം. കാരണം ഇവിടെ വരുന്ന പുതുതലമുറ ഇവിടെ ഒരു റീൽ സ്പോട്ടാക്കിയാണ് എടുത്തിരിക്കുന്നത്. അവരെല്ലാവരും ഇവിടെ വന്ന് റീൽസ് എടുത്ത് ഇട്ട് ഇപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം ആളുകൾക്ക് ഉണ്ടാകും. നല്ല ഭംഗിയുള്ള ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ആറ്റുകാൽ ക്ഷേത്രത്തിലുള്ള ആ മനോഹരമായ കാഴ്ചകൾ, ഭക്തി നിർഭരമായ കാഴ്ചകൾ, വിശേഷങ്ങൾ ആണ് നമ്മളിലേക്ക് ആഷ്ലിയും അമലും എത്തിച്ചത്. അമൽ പറഞ്ഞതുപോലെ വലിയ തിരക്കാണ്. നാളെ ഒരുപക്ഷെ വന്ന് തൊഴാൻ അമ്മയെ പറ്റിയില്ലെങ്കിലോ എന്ന് വിചാരിച്ച് ഇന്ന് രാവിലെ മുതൽ തന്നെ ക്യൂ നിന്ന് അമ്മയെ ഒരു നോക്ക് കാണാൻ വേണ്ടി ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്.